എക്സൽ എന്നുള്ളതാണ്. ആദ്യത്തെ വേർഡിൽ തന്നെ വന്നു ചേരാം, ഇവോൾവ് എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവോൾവ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്? ഇപ്പം ഏതോ ഒരു ഡയലോഗ് പറയുന്ന പോലെ ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു മാറ്റം വേണം, നമുക്കൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവരെന്നാണ് എല്ലാ മനുഷ്യരും. പലപ്പോഴും നമ്മൾ പറയും സാഹചര്യങ്ങൾ മൂലം ഞാൻ ഇങ്ങനെയായി, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെയായി. അപ്പൊ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മാറ്റങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതാണ്. അപ്പൊ ഇവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഗ്രാജുവൽ ആയിട്ട് ഒരു ഇന്റൻഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്നതല്ല, നമ്മൾ വേണം വെച്ച് നമ്മുടെ ലൈഫിൽ നമ്മളിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ ഇവോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് നമ്മളിൽ തന്നെ ഏറ്റവും നല്ലൊരു വേർഷൻ, ഒരു ബെസ്റ്റ് വേർഷൻ, ഒരു വൈസർ വേർഷൻ. ഇപ്പൊക്കെ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് ക്യാപ്പബിലിറ്റീസ് ഉണ്ട്, പക്ഷെ അതിനൊക്കെ അപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഇവോൾവ് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവോൾവിങ്ങിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്ന വേറൊരു ടേം റിവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ റിവോൾവ് ചെയ്യുക? ഇങ്ങനെ വെറുതെ കറങ്ങുന്നതിനാണ് നമ്മൾ റിവോൾവ് ചെയ്യുക എന്ന് പറയാം. ഇപ്പൊ ഞാൻ ഒരു ഓർബിറ്റ്, ഒരു സർക്കിൾ വരക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഞാൻ ഇങ്ങനെ ചുറ്റാണ് വിചാരിച്ചു, വെരി കണ്ടിന്യൂസ്, അത് വേറെ മാറ്റമൊന്നുമില്ല, ഒരേ സ്പീഡിൽ ഒരേ രീതിയിൽ ഒരേ ഓർബിറ്റല്ലേ ഞാൻ ഇങ്ങനെ കറങ്ങാണ് വിചാരിച്ചു. അവിടെ ചേഞ്ച് സംഭവിക്കുന്നില്ല, കാരണം ഞാൻ പോകുന്നത് ഒരേ സർക്കിളിലൂടെയാണ്, ഒരേ പാത്തിലൂടെയാണ്, ഒരേ വഴിയിലൂടെയാണ്, ഒരേ സ്പീഡിലാണ്. പക്ഷെ ഇവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഇത്തിരി കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എടുത്ത് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വന്നിട്ട് നമ്മുടെ പാത്ത് ഇങ്ങനെ വലുതാക്കുക. ഞാൻ ഇങ്ങനെ പോകുന്നതിന് പകരം കുറച്ച് വലുതായി ഇങ്ങനെ എന്റെ പാത്ത് ഇങ്ങനെ വലുതാക്കുക. സോ സർക്കിൾ ബിക്കം ബിഗ് അല്ലെ? ഞാൻ യാത്ര ചെയ്തിരുന്ന എന്റെ ആ ഒരു സർക്കിളിൽ നിന്നും ഇപ്പത്തെ എന്റെ പാത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയതാണ്. സോ ദിസ് ഇസ് ഹൗ ഇവോൾവിംഗ് വർക്ക്സ്. അതായത് നമ്മൾ എടുക്കുന്ന ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ആയിരിക്കും, പക്ഷെ അത് ലാസ്റ്റ് കൊണ്ടുവരുന്നത് കുറച്ച് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കും ഇത്രയൊക്കെ ദൂരം നമ്മൾ കവർ ചെയ്തോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ദൂരം നമ്മൾ പോകുന്നോ എന്ന് നമ്മൾ പോലും സംശയിച്ചു പോകുന്നതാണ്. അപ്പോൾ റിവോൾവിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവോൾവിങ്. പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫ് റിവോൾവിങ് റുട്ടീനാണ്. രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, ഫ്രഷ് ആവുന്നു, സൗകര്യക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റം ഇല്ല തോന്നുന്നു, വേഗം കുളി നനയൊക്കെ കഴിഞ്ഞ് വേഗം കടയിൽ പോകുന്നു, പിന്നെ ഉച്ചക്ക് വരുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇതൊരു റിവോൾവിങ് റുട്ടീനാണ്. അവിടെ ഇവോൾവിങ് നടക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ചേഞ്ചിലേക്കോ, നമ്മൾ ആഗ്രഹിക്കുന്ന ട്രാൻസ്ഫോർമേഷനിലേക്കോ, സക്സസിലേക്കോ, ഗ്രോത്തിലേക്കോ നമ്മൾ എത്താത്തത് എന്നുള്ളത്. ഇനി ഗ്രോത്ത് ആഗ്രഹിക്കാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഗ്രോത്ത് ആണ്, സക്സസ് ആണ് എന്നുള്ളത്. പലപ്പോഴും ഗ്രോത്ത് എന്നുള്ളതും സക്സസ് എന്നുള്ളതും നമുക്കുള്ള പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ എൻ്റെ സക്സസ് പോയിന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ന രാജ്യം കാണുന്നതായിരിക്കും, ചിലപ്പോൾ ഞാൻ സക്സസ് ആയി കാണുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിൽ ഞാൻ സക്സസ് ആയി എന്നായിരിക്കും ചിലപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങളെ ഒരാൾക്കും ചുവപ്പ് കാർ മേടിച്ചാലുള്ള സക്സസ് ആവുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും, എന്നൊരു കാഴ്ചപ്പാടുണ്ടാവും. ചിലപ്പോൾ സക്സസിന്റെയും ഗ്രോത്തിന്റെയും പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്, കാഴ്ചപ്പാട് ഡിഫറെന്റ് ആണ്. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത് when he meets the purpose, ലൈഫിന്റെ പർപ്പസിലോട്ട് എത്തുന്ന ആ നിമിഷത്തെയാണ് യഥാർത്ഥത്തിൽ സക്സസ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവോൾവിംഗ് ഇസ് കമ്പൽസറി. ഇവോൾവിംഗ് നിർബന്ധമാണ്. കാരണം ഇവോൾവിംഗ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ജേർണി, ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു റിസൾട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഗ്രോത്ത് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത്. സോ MIT പ്രോഗ്രാമിങ്ങിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കുന്ന സമയത്ത്, സയന്റിഫിക്കലി ലേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന പുറലോകം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ട്, എൻ്റെ കൈകൾ കൊണ്ട് തൊട്ട്, എൻ്റെ മൂക്ക് കൊണ്ട് മണത്ത, എൻ്റെ വായ കൊണ്ട് രുചിച്ചൊരു ലോകമാണ് അല്ലെ? പക്ഷെ നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിൽ ഒരു ലോകമുണ്ട്. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ട്രെൻഡിങ് ആയിട്ട് ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. ഷർട്ടും അപായകളൊക്കെ രണ്ട് ഭാഗം യൂസ് ചെയ്യാം. അപ്പുറത്ത് മഞ്ഞയാണെങ്കിൽ അപ്പുറത്ത് പച്ചയായിരിക്കും. അപ്പൊ നമ്മളെ മോഡൽ അനുസരിച്ച് തിങ്കളാഴ്ച മഞ്ഞട, ചൊവ്വാഴ്ച പച്ചട, അങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ അപായക്കൊക്കെ അങ്ങനെ ഒരു മോഡലുണ്ട്. അതുപോലെയാണ് നമ്മുടെ ലൈഫ്. ഉള്ളിലൊരു ലോകമുണ്ട്, പുറത്തൊരു ലോകമുണ്ട്. നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് ലോകത്തെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. പുറം ലോകത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് അത് ഏറ്റവും മനോഹരമായി നടത്തുന്ന നമുക്ക് ചിലപ്പോൾ സക്സസിലേക്ക് എത്താൻ ഒരുപാട് ദൂരമായിരിക്കും.
പക്ഷെ ഉള്ളിലത്തെ ലോകത്തെ വളരെയധികം കെയർ ചെയ്ത് വളരെയധികം ഡയറക്റ്റ് ചെയ്ത് ആ ഒരു യാത്ര മുന്നോട്ട് പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിന്റെ ഉള്ളിലായിരിക്കും. കാരണം ഞാൻ പറയാറുണ്ട്, ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ കാറിന്റെ മുന്നത്തെ ചില്ല് കംപ്ലീറ്റ്ലി ബ്ലറാണെങ്കിൽ, കച്ചറയാണെങ്കിൽ, പൊടിയാണെന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് പോകാൻ നമുക്ക് മുന്നത്തെ വഴികളൊന്നും നമുക്ക് കാണൂല. കാണുമോ? ഇല്ല, കാണൂലല്ലോ. ഇല്ല, കാണില്ല. പക്ഷെ അതേസമയം ആ ഒരു ചില്ല് കംപ്ലീറ്റ്ലി ക്ലീൻ ആണെങ്കിൽ, വളരെ വൃത്തിയാണെങ്കിൽ യാത്ര വളരെ സുഖമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം എന്ന് പറയുന്നത് നമ്മളെയാണ്, നമ്മളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അല്ലെ? നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മളായിട്ടല്ല ഇരിക്കാറുള്ളത്. നമ്മൾ ആ പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ അപ്പുറത്തുള്ള ഒരാളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ അയൽവാസികൾക്ക് ഇങ്ങനത്തെ ദോഷങ്ങളുണ്ടോ, നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഇതുപോലത്തെ ദോഷങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളറിയണം ഈ പറയുന്നത് എനിക്ക് ബാധിക്കുന്നുണ്ടോ, എന്നെ പറയാണോ ഇത് എന്ന് ചിലപ്പോൾ തോന്നി എന്നൊന്നല്ല, എന്നെ എങ്ങനെ എനിക്കറിയാം എന്നായിരിക്കും. നമ്മൾ ഒരിക്കലും നമ്മളെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇടാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. സോ ദ ജേർണി ടു ഓർസെൽവ്സ്, നമ്മളിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ എന്താ പറയാ, നമുക്ക് ആഗ്രഹിക്കുന്ന പല ഗ്രോത്തും നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് ക്ലെൻസിങ് നമ്മുടെ ഉള്ളിലേക്ക് നടത്താം എന്നുള്ളതാണ്. പലപ്പോഴും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ, ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല ഭാഗത്തേക്ക് എത്താൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഓടേണ്ടി വരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ ഒരു ലെവലിലൊരു പൊസിഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഒരു മാജിക്കലായിട്ട്, ഒരു മിറാക്കിളായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾക്കൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ, എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലെൻസ് ചെയ്യണം, എല്ലാവർക്കും മാപ്പ് കൊടുക്കണം. മുമ്പൊക്കെ പോകുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ വീടുകളിൽ കയറി ചെന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം കേട്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞത് വേദന വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം കേട്ടോ, വല്ല മുമ്പ് ഹജ്ജോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം, നോമ്പ് എന്തെങ്കിലുമൊക്കെ വരണം, നമുക്കൊക്കെ ഒന്ന് പുറത്തു കൊടുക്കാനും പുറത്ത് കിട്ടാനും വേണ്ടിയിട്ട്. പക്ഷെ ഓരോ ദിവസവും ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നതിന് ശേഷം നമ്മൾ ആലോചിക്കണം, നമുക്കുള്ളിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കര ക്ലീൻ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ എന്തൊക്കെയോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോർഗീവ്നെസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഒരാളുടെ മേത്ത് എറിയാൻ വേണ്ടിയിട്ട് ഒരു തീക്കനൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു നീയത്ത് എന്ന് പറയുന്നത് താങ്കൾ ആരെങ്കിലും മേത്ത് തീക്കത് അറിയണം. പക്ഷെ നിങ്ങളുടെ മേത്ത് അത് എത്തുന്ന മുന്നേ വേദനിക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ കൈയാണ്. നിങ്ങൾക്ക് വേദനിക്കുന്നതിന് മുന്നേ കൈ പൊള്ളുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ കൈയാണ്. ഫോർഗീവ്നെസിന്റെ കാര്യം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അയാൾക്ക് ഉപകാരത്തിനാണ്, അല്ലെങ്കിൽ അങ്ങനെ അയാൾ സുഖിപ്പിക്കേണ്ട, കാരണം അയാളെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതി. പക്ഷെ ഫോർഗീവ് ചെയ്യാതെ നമ്മളതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ പൊള്ളിക്കുന്നത്, നമ്മൾ വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ പോലും അറിയാതെ അത് നമുക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ കെമിക്കൽ റിയാക്ഷൻസ് പല അസുഖങ്ങൾക്കും കാരണമാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ റീസെന്റ് സ്റ്റഡീസിലൊക്കെ പറയുന്നത്. അപ്പോൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളൊന്നുമല്ല. ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ച ഒരാൾക്കൂട്ടത്തിനിടയിൽ നമ്മളെ അഭിമാനത്തെ പ്രശ്നമാക്കിയ അല്ലെങ്കിൽ ക്ഷതമേൽപ്പിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും മറന്നു കൊടുക്കാൻ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റൂല. എന്നാലും ഒരു കാര്യം ആലോചിക്കാം, ഫോർഗീവ് ചെയ്യുന്നത് കൊണ്ട് എനിക്കാണ് ഗുണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണെങ്കിലും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെറ്റർമെന്റ് എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന സംഭവമാണ്. അതൊരു മനുഷ്യന്റെ റൈറ്റാണ്, അതിലൊരിക്കലും തെറ്റില്ല. എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടണം, ഇന്ന സ്ഥലങ്ങളിൽ എത്തണം, എൻ്റെ കൂടെ ഇവരൊക്കെ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൈ റൈറ്റ്. അതെന്റെ റൈറ്റാണ്, ഓരോ മനുഷ്യന്റെ റൈറ്റാണ്. ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചൂസ് ചെയ്യാൻ പല വഴികൾ പടച്ചറപ്പ് നമുക്കൊക്കെ മുന്നിൽ തന്നിട്ടുണ്ട്. വോട്ട് വി ചൂസ്, എന്താണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. പറഞ്ഞ പോലെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ചിലപ്പോൾ കുഞ്ഞു സംഭവമായിരിക്കും, വളരെ കുഞ്ഞു സംഭവമായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്തൊക്കെയോ തമാശക്ക് പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോയത് അവർക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ റിയാക്ഷൻ ആയിരിക്കും, ഫീഡ്ബാക്ക് ആയിരിക്കും എന്നതാണ്. ചിലപ്പോൾ ഇത്തിരി പോകുന്നൊരു സംഭവമായിരിക്കും, പക്ഷെ അത് നമുക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയാതെ, ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഇങ്ങനെ പിടിക്കാം. സോ ഫോണിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ,
നിങ്ങൾക്ക് ഫോൺ കയ്യിൽ പിടിക്കാൻ തന്ന അപ്പം തന്നെ പറയോ കൈ കടയിട്ട് അവിടെ വെക്കുമോ? ഇല്ല, നിങ്ങൾ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യും. ഫോണിന് അത്ര വെയിറ്റ് ഇല്ല. പക്ഷെ ഞാൻ പറയാണ്, ഒരു മണിക്കൂർ നിങ്ങൾ ആ ഫോണ് ഇങ്ങനെ തന്നെ പിടിക്കുക എന്ന് പറയണം. ഡെഫിനറ്റ്ലി നമ്മൾക്ക് ആർക്കും കഴിയൂല. കാരണം അത് ഫോണിന്റെ വെയിറ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാറിയത് കൊണ്ടല്ല, നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിന്റെ സമയം കൂടിപ്പോയി. നമ്മൾ ഹോൾഡ് ചെയ്തത് ഒരു മണിക്കൂറിനാണ്. ഇപ്പം ചിലപ്പോൾ ആ ഒരു വാക്ക് കൊണ്ട് നമ്മൾ വേദനിപ്പിച്ചത് ചിലപ്പോൾ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഹോൾഡ് നമ്മൾ വിചാരിക്കും അതൊരു വാക്കാണ്, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്തോ അത് മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റുന്നില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള. അപ്പം ഇത്ര പോകുന്നൊരു പ്രശ്നമാണ്. നമ്മൾ ഹോൾഡ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള പെയിന് നമ്മളിങ്ങനെ അറിയാണ്ട് പോയി എന്നുള്ളതാണ്. ഇനി അതിലും ഒരു വിറ്റുണ്ട്. നമ്മൾ കുറേ കാലം ഹോൾഡ് ചെയ്ത് വേദനകളൊക്കെ മറന്ന് കയ്യിനൊരു മരവിപ്പ് വരും അല്ലെ. പിന്നെ നമ്മൾ മറന്നു പോകും എൻ്റെ കയ്യിൽ ഫോണുണ്ട് എന്നത്. അങ്ങനെ എവിടെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കടക്കുമ്പോഴൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ നടക്കുക. കാരണം എൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട്. പക്ഷെ അതെനിക്കൊരു പ്രശ്നമേ അല്ല. കാരണം ഞാൻ അതിനോട് യൂസ്ഡ് ആയി, ഞാൻ അതിനെ തഴുകപ്പെടും. അതെനിക്കൊരു വിഷയമല്ലാണ്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചെറിയ മക്കളൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ വലിയ ബാഗിൽ എല്ലാ ബുക്കും എല്ലാ പെന്നും പുതിയ പെൻസിലും പെന്നൊക്കെ ആയിട്ട് അറിയുക. എന്നിട്ട് കുട്ടിക്ക് അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുട്ടിക്ക് ആവേശമാണ്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ആ കുട്ടി പോകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും ഇത്ര പോകുന്ന പൈസ എത്ര പോകുന്ന വലിയ ബാഗൊക്കെ ഇടുന്നല്ലേ എന്ന് നമ്മൾ ആലോചിക്കും. കാരണം നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ കുട്ടിക്കില്ല, കുട്ടി അതിനോട് യൂസ്ഡ് ആയിപ്പോയി. ഇതുപോലെയാണ് ഞാൻ ഈ റിമോട്ട് വെക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരാളെന്നെ വേദനിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനോട് യൂസ്ഡ് ആവും. ഒരു ചെരുപ്പ് കടയിൽ പോയിട്ട് നമ്മളൊരു ചെരുപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതൊരു വലിയൊരു സുഖമല്ലേ, കാലം ഇവിടെയൊക്കെ ഒരു അസ്വസ്ഥത പറയും. അപ്പൊ തന്നെ കടക്കാരൻ പറയും ഒരു ദിവസം നല്ലപോലെ നിട്ടാലും ശരിയാവും എന്ന് പറയും. ഡിസ്കംഫർട്ട്നെസ് ലേറ്റർ ചേഞ്ച് ടു കംഫർട്ട്നെസ്. പല ഡിസ്കംഫർട്ട്നെസ്സും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടായി മാറും. നിങ്ങളൊക്കെ ഇവിടേക്ക് വന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിനെ വിട്ടു, നിങ്ങളുടെ പാരൻസിനെ വിട്ടു, നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ മക്കൾ എല്ലാവരും നിങ്ങൾ വിട്ടു. പക്ഷെ അന്ന് ആ ഒരു ഡിസ്കംഫർട്ട്നെസ് ഇപ്പോഴും അറിയാം, അതിനൊക്കെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആദ്യം വന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ച വേദനയോ ആ ഒരു കൈൻഡ് ഓഫ് ഒറ്റപ്പെടലോ അല്ല ഇപ്പൊ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് അല്ലെ. ആ ഒരു ഡിസ്കംഫർട്ട്നെസ് ലേറ്റർ ടു കംഫർട്ട്നെസ് എന്നുള്ളതാണ്. അങ്ങനെ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പലപ്പോഴും അറിയാണ്ട് പോകും. ഇനി പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ഈ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ആള് പറഞ്ഞ വാക്കോ അല്ലെങ്കിൽ ആ ഒരു വേദനയോടെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറയാണ് അന്ന് ഞാൻ പറഞ്ഞതിന് സോറി കേട്ടോ, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ച് പറഞ്ഞല്ല, എന്തോ അപ്പൊ എൻ്റെ ഒരു മനസ്സ് അങ്ങനെ ആയിപ്പോയി, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഹോൾഡ് ചെയ്ത സാധനം താഴ്ത്തു പോവാം. അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഇടങ്ങേറ്. പെട്ടെന്ന് ഇത്രയും കാലം നമ്മൾ കൂടെ ഉണ്ടായിരുന്നൊരു സാധനം അല്ലെങ്കിൽ ഇവിടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച സാധനം പെട്ടെന്നാണ് പോയി, അതൊരു ബുദ്ധിമുട്ടായി. അതായത് നമ്മൾ അവസാനം ഫോഗീവ് ചെയ്യാതെ വെച്ച് അതൊരു മിക്സിയിൽ ഒരുപാട് സാധനം ഇങ്ങനെ കുറെ ഇട്ട് കഴിഞ്ഞാല് അത് പിന്നെ അടിയൂല, കുറച്ച് ഇട്ടാലല്ലോ അടിയാ. അതുപോലെയാണ് നമ്മൾ ഇതുപോലെ നമ്മളിങ്ങനെ ഫോഗീവ് ചെയ്യാതെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ സ്റ്റക്കായി കളിക്കും. പെട്ടെന്ന് അവിടുന്ന് ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫോഗീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു പെയിനാവും, നമുക്കൊരു നാണക്കേടാവും. ഇത്രയും കാലം ഇത്ര പോലൊരു പ്രശ്നത്തിന് ഞാനൊരു വാക്ക് കൊണ്ട് ഒരു സോറി പോലും ഞാൻ പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഫോർഗീവ്നെസ്സിന് വേറൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് സോറി എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. യഥാർത്ഥത്തിൽ മാനസികമായിട്ട് നമ്മൾ അവർക്ക് വളരെ ആഴത്തിൽ നിന്നും നമ്മൾ അവർക്ക് പുറത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു സീ ദ മാജിക്, മിറാക്കിൾ സംഭവിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും എത്രയോ വർഷങ്ങളായിട്ട് വിട്ടു നിന്ന് നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയ ആളുകൾ നമ്മളിലേക്ക് എന്തൊക്കെ കാരണം കൊണ്ട് ചിലപ്പം അവരെ വീട്ടിലൊരു കല്യാണം വിളിക്കാനോ ഒരു സൽക്കാരം വിളിക്കാനോ അല്ലെങ്കിൽ അവരെ കട ഉദ്ഘാടനത്തിന് പറയാനോ ഇങ്ങനെയൊക്കെ മാജിക്കലായിട്ട് മിറാക്കിളായിട്ട് നമ്മുടെ അടുത്ത് വരും. ഒരുപാട് കേസസ് ഉണ്ട്. ഈ കേസസ് ഒക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അത്ഭുതമാവും. ബട്ട് ലേറ്റർ ഐ അണ്ടർസ്റ്റുഡ്, ഞാൻ റിയലൈസ് ചെയ്തു, ഞാൻ മനസ്സിലാക്കിയത് ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഫോർഗീവ്നെസ് എന്നുള്ളത്. ഫോർഗീവ്നെസ്സിന്റെ വേറൊരു അടിപൊളി കഥയുണ്ട്. ഈ ഇമാം ഇബ്നു ഹംബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനും ഒരു യാത്രക്കാരനുമായിട്ടുള്ള ഒരു മനുഷ്യൻ ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒരു യാത്ര ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ വളരെയധികം ക്ഷീണിതനായി ഒരു പള്ളിയിൽ കയറി ഉറങ്ങാൻ വിചാരിച്ചപ്പോൾ ആ പള്ളിയിലുള്ള ക്ലീനർ വന്നിട്ട് പറഞ്ഞു ഇത് പള്ളിയിൽ നമസ്കരിക്കാനുള്ളതാണ്, നിങ്ങളെ പോലുള്ള യാത്രക്കാർക്ക് ഉറങ്ങാനുള്ളതല്ല എന്ന് പറഞ്ഞ് പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇനി എങ്ങോട്ട് പോകണം, എങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല, ഇനി എന്താ ചെയ്യാ എന്ന് ആലോചിക്കുന്ന ഈ ആള് മുന്നിലിരിക്കുന്ന ഒരു റൊട്ടി കച്ചവടക്കാരനെ വന്നിട്ട് കൊണ്ടുപോയി. എന്താണ് പ്രശ്നം? ഞാൻ യാത്രക്കാരനാണ്, ക്ഷീണിതരായപ്പോൾ കിടക്കാൻ വന്നതാണ്, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, ഒരു 2 റൊട്ടി എനിക്ക് ചുറ്റും കൊടുക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോകാം, നിങ്ങൾ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞു.
ഈ റൊട്ടി കച്ചവടക്കാരൻ അതിമനോഹരമായ റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിങ്ങനെ ശ്രദ്ധിക്കുന്ന ഇടയിൽ ഇമാം ഇബ്നു ഹംബൽ നോട്ടീസ് ചെയ്തൊരു കാര്യം പറയുന്നത്, ഉണ്ടാക്കുന്ന അതേ സമയം ഇയാൾ അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെ റൊട്ടിയുടെ ഓർഡർ എടുക്കുന്നു, പിന്നെ മുപ്പിന് തുടങ്ങുന്നു ഈ പറച്ചിലെന്നെ പറച്ചിലാണ്. അപ്പോൾ ഇയാൾ ചോദിക്കും, ഇത്രയും നല്ല മനസ്സുള്ള ഒരാൾ എന്തിനാ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ പറയുന്നത്, ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇയാളെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു, ഞാൻ റൊട്ടി ഉണ്ടാക്കുന്ന ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇത്ര വലിയ തെറ്റത് ചെയ്തിട്ടുണ്ടോ, നിങ്ങളെ കണ്ട അങ്ങനെ പറയുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സുഹൃത്ത്, ഞാൻ ഒരുപാട് വലിയ തെറ്റോ അല്ലെങ്കിൽ വലിയ പാപങ്ങളോ ഒന്നും ചെയ്തതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് പറയാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ആഗ്രഹിച്ച എല്ലാം എൻ്റെ കയ്യിനുള്ളിൽ പടച്ച റബ്ബ് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പടച്ച റബ്ബിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി എനിക്കൊരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ വായിച്ചിട്ടുള്ള ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട്, ഇമാം ഇബ്നു ഹംബൽ എന്നാണ് പേര്. എനിക്ക് ആ ഒരു മനുഷ്യനെ കൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ആഗ്രഹവും ഈ ഭൂമിയിൽ ഇല്ല എന്ന് പറഞ്ഞു. ഈ ഇമാം ഇബ്നു ഹംബൽ ഇത് കേട്ടതും അതിശയിച്ച് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, സഹോദര, നിന്റെ ആ ആഗ്രഹവും ഇവിടെ നടന്നിരിക്കുന്നുണ്ട്. ഇമാം ഇബ്നു ഹംബൽ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അത് ഞാനാണ് എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ക്ലെൻസിങ്ങിലൂടെ നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് എത്തുന്നത്. ഒരു വിധത്തിലും ചിലപ്പോൾ ആ പള്ളി കടന്നു തുടങ്ങി ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ സുബഹിക്ക് വേണ്ടി ഇയാളെ വിട്ടിട്ടുണ്ടാവും. പക്ഷെ അന്ന് ആ പള്ളിയിലത്തെ ക്ലീനറിനെ അയാളെ പുറത്തേക്ക് ഇടാനും അതുപോലെ തന്നെ ഇയാൾക്ക് ഇങ്ങനെ റൊട്ടി കച്ചവടക്കാർക്ക് മുന്നോട്ട് വന്ന് ഇയാളെ സഹായിക്കാൻ മനസ്സ് വന്നത് യഥാർത്ഥത്തിൽ അത് അവരുടെ നല്ല മനസ്സ് മാത്രമല്ല, പടച്ച റബ്ബിന്റെ ഒരു പ്ലാനിങ്ങും കൂടിയാണ്. അതാണ് പറയുന്നത്, നമ്മളും അവിടേക്കുമുള്ള ഒരു കണക്ഷൻ അത് എപ്പോഴും പ്രോപ്പർ ആയിരിക്കണം, അതെപ്പോഴും നന്നായിരിക്കണം എന്നുള്ളതാണ്. അത് അതേസമയം നമ്മൾ അറിയുന്നത് പടച്ച റബ്ബ് എല്ലാം പൊറുക്കുന്നവരാണ്, അല്ലെ? എല്ലാം പൊറുക്കും, എല്ലാവിധ ഭാവങ്ങളും പടച്ച റബ്ബിന്റെ അടുത്തേക്ക് വളരെയധികം ആ ഒരു മൈൻഡിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പടച്ച റബ്ബ് അത് സ്വീകരിക്കും എന്നുള്ളതാണ്. പടച്ച റബ്ബ് ആദ്യം പറയുന്നതായിരിക്കും എന്നറിയോ, ഈ പടപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആക്കുക, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ശരിയാക്കാം, അതൊക്കെ ഞാൻ വിട്ടുതരാം, പക്ഷെ ഈ പടപ്പുകളും തമ്മിലുള്ളത് അതിലെനിക്ക് ഇടപെടാൻ പറ്റില്ല, അത് ഈ തന്നെ ശരിയാക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ആൻ എൻവയോൺമെന്റ്, അല്ലെ? നമുക്ക് ചുറ്റും ഒരു എൻവയോൺമെന്റ് ഉണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന ഒരു കുടുംബമുണ്ട്, ചിലപ്പോൾ പഠിച്ചു വളർന്ന ഒരു സ്കൂളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത കുറച്ച് വർക്ക് സ്പേസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗത്തും നമ്മുടെ ലൈഫിലെ ഓരോ ഫേസിലും നമ്മൾ ഓരോ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ എങ്ങനെയാണ്, അവിടെ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ് ഓഫ് സക്സസിലേക്ക് നമ്മൾ എത്തിക്കാൻ നോക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മളെങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കോളേജ് കാലഘട്ടം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജോലി, ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആ ഒരു ബെഞ്ചിൽ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരാൾക്ക് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറം നമ്മൾ അവിടെ എന്ത് വിത്തിട്ടു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് വി ലെഫ്റ്റ് ബാക്ക്, നമ്മൾ എന്താണ് നമ്മളിൽ നിന്നും ബാക്കിയാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ചിലപ്പോൾ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത, നമ്മൾ പറഞ്ഞ, നമ്മൾ കാട്ടിയ ചിലപ്പോൾ ചെറിയ നല്ല കാര്യങ്ങളോ ചിലപ്പോൾ ചെറിയ നല്ല വാക്കുകളോ ആയിരിക്കും. That is only going to remain left. അല്ലെ? ഓരോ ആളുകൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഓർക്കുന്നത് അവർ പറയുന്ന ചിലപ്പോൾ വാക്കുകളോ അവർ പറയുന്ന ചില ആഗ്രഹങ്ങളോ ചില കാര്യങ്ങളോ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ചിലപ്പോൾ ഇയാൾ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഇവിടെ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് അന്ന് അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾക്ക് ഇവിടെ എത്താം എന്നുള്ളത്. സോ വി ഹാവ് ടു ലീവ് എ സ്റ്റോറി. നമ്മളൊരു കഥ ബാക്കിയാക്കുക. എന്തിന്റെ കഥയാണെന്നറിയോ? മറ്റുള്ള മനുഷ്യർ വായിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഹീറോ ആയി നമ്മളെ ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലുള്ള സ്റ്റോറി. മറ്റുള്ള നമ്മുടെ മക്കൾ നമ്മുടെ സ്റ്റോറി വായിക്കുമ്പോൾ എൻ്റെ ഉപ്പ ഒരു ധീരശാലിയായിരുന്നു, ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു എന്ന് നമ്മുടെ മക്കൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തക്കത്തിലുള്ള ഒരു വാപ്പയായി മാറണം. നമ്മുടെ സഹോദരന്മാർക്ക് ആ ഒരു തക്കത്തിലുള്ള ഒരു സഹോദരായി മാറണം. അവിടെയാണ് പറയുന്നത് നമ്മളിൽ നിന്നും തുടങ്ങണം. The journey to ourselves is more important. നമ്മൾ മറ്റുള്ളവരൊക്കെ നന്നാക്കാൻ ചിലപ്പോൾ നമുക്ക് ഒരുപാട് നാളുകളായിരിക്കും, അല്ലെ? ഇനി വേണ്ട, നമ്മുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു ഡിപ്രഷനിലാണെങ്കിലോ ഒരു ടെൻഷനിലാണെങ്കിലോ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ 100 നാവായിരിക്കും. നമ്മൾ പോലും ആലോചിക്കും ഇത്രയൊക്കെ കഴിവുണ്ടാവും, കുറച്ചുനേരം നമ്മളൊരു ആവേശ് കുമാറാവും, നമുക്ക് ഇത്ര കഴിവുള്ള നമ്മൾ പോലും അറിയില്ല. ആരെങ്കിലും ഡിപ്രഷൻ അടിച്ച് കിടക്കണ്ടേ നമ്മളൊരു കഴിവ് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ. പക്ഷെ അതേ ഒരു സാഹചര്യം, അതേ ഒരു അവസ്ഥ
നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തരണമെങ്കിൽ ഏതെങ്കിലും ഒരു പുതപ്പിനുള്ളിലായിരിക്കും നമ്മൾ കിടക്കുന്നുണ്ടാവുക. നമുക്ക് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് സിംപ്ലി ബിക്കോസ് വി ഹാവന്റ് നോൺ അബൌട്ട് ourselves. നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട്. കടലൊന്നും കടലേ അല്ല. കടലിന് യഥാർത്ഥ അർത്ഥം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ ചെയ്യണം. നമ്മൾ നമ്മളെ മനസ്സിലാക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കോട്ട് കിടക്കുന്നത്. അവനവനെ അറിയുന്നവൻ അവനെ അറിയും എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിലാണ് ഡൈജഷൻ പ്രോസസ്സ് തരുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഒരു ആഴ്ച മൊത്തം തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ ലീവ് എടുക്കേണ്ടി വരും. എന്തിന്? ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മൾ ഓരോ ദിവസം തിന്നത് നമുക്ക് നമ്മൾ തന്നെ വെറുതെ ഇങ്ങനെ ഇറക്കി കൊണ്ടുവരണം. അത് വയറിലെത്തണം, അത് ആകാശത്തിലെത്തണം, അങ്ങനെ ഇങ്ങനെ അത് ചെറുതാക്കണം, മുറിക്കണം, വെട്ടണം. ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചുള്ള അവസ്ഥ ആലോചിച്ചു. ഇനി വേണ്ട, ശ്വാസം ഉള്ളിലോട്ട് വലിക്കുന്നതും പുറത്തോട്ട് വിടുന്നത് നമ്മൾ പോലും അറിയുന്നില്ല. ആ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കും. നിങ്ങൾ ഇങ്ങനെ പുറത്തുനിന്നുള്ള ശ്വാസം നിങ്ങൾ തന്നെ വലിച്ചെടുക്കണം. അത് ഉള്ളിലോട്ട് എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ തന്നെ എത്തിക്കണം. അത് നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തോട്ട് വലിക്കണം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസസ്സ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും? വീടിൻ്റെ മൂലത്തിൽ നിന്നാലും ഈ പ്രോസസ്സുകൾ ചെയ്യാനും നമുക്ക് നേരം ഉണ്ടാവും. സോ നമ്മളെന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ട്, അത്രയും അടിപൊളിയായിട്ട് പഠിച്ച സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുകളാണ്, സൃഷ്ടിപ്പുകളാണ് നമ്മൾ, അല്ലെ? അപ്പം ആ ഒരു പവർ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നമ്മളിൽ തന്നെ തുടങ്ങണം എന്നുള്ളതാണ്. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ്. ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ടാവും. പറഞ്ഞ പോലെ എവോൾവിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ദൂരമേറിയ, വളരെ ഗ്രാജുവൽ ആയിട്ട്, ഇന്റൻഷനൽ ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അത് ചിലപ്പോൾ നന്നായിട്ട് സമയമെടുക്കും. നമ്മൾ നാളെ തന്നെ എൻ്റെ ഒരു വേറെ നല്ല വേർഷൻ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കില്ല. ഇറ്റ് മേ ടേക്ക് മോർ ടൈം. നമ്മൾ പോലും വിചാരിക്കാത്ത ടൈം എടുക്കും. But when we give time and we get result, അത് നമ്മളെ സാറ്റിസ്ഫൈങ് ആണെങ്കിൽ യു തിങ്ക് ആ ഒരു ടൈമിൽ വേർത്ത് അല്ല. നമ്മൾ കാണുന്നത് വേറെ ആരെയും നല്ല ആൾക്കാരായിട്ടല്ല, നമ്മൾ കാണുന്നത് നമ്മളിലുള്ള നല്ല ആൾക്കാരെയാണ്. നമ്മളിലുള്ള നല്ല ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് ഒരു സക്സസ് എന്നൊരു പോയിന്റിലേക്കാണ്. സോ സ്റ്റാർട്ട് ഫ്രം ദ വെരി സിമ്പിൾ സ്റ്റെപ്പ്. ഒരു വിത്ത് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ആ വിത്തൊരു മരമല്ല. എന്നിട്ടും നമ്മൾ അത് കുഴിച്ച് അതിന് വെള്ളം ഒഴിച്ച് അതിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നറിഷ്മെന്റ്സും എല്ലാം നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഭാവിയിൽ അത് വലിയൊരു മരമാവുന്നു, ഒരുപാട് പഴങ്ങൾ അത് നമുക്ക് നൽകും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. സോ ദിസ് ഇസ് ഹൗ ലിറ്റിൽ സ്റ്റെപ്പ് ഓഫ് ആർ സ്റ്റേക്സ്. നമ്മൾ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നാളത്തെ ഒരു വലിയ മരമാണ്. പല മനുഷ്യർക്കും തണലാകുന്ന മരമാണ്. പല പക്ഷികൾക്കും ഭക്ഷണമേകുന്ന ഒരു മരമാണ്. ഇങ്ങനെയൊക്കെ ആവാനുള്ള ഒരു കാപ്പബിലിറ്റീസ് നമ്മൾക്കുള്ളിലുണ്ട്. എന്നാൽ നമുക്കൊരു റുട്ടീനാണ്. നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ജോലിക്കായി നോക്കിയാണ്, അല്ലെ? നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തിനാ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഓർമ്മ വരെ ചിലപ്പോൾ വീട്ടിലുള്ള കുറേ ആവശ്യങ്ങൾ, കൊടുക്കാനുള്ള പണങ്ങള്, വീട്ടിൽ പെൺമക്കളുണ്ടെങ്കിൽ അവരെ കെട്ടിച്ചു വിടാനുള്ളത്, വീട് പണിയുണ്ടെങ്കിൽ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ് നമുക്ക് ഓർമ്മ വരാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പേർപ്പസിലോട്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ്. പണവും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ആവശ്യമാണ്. ബട്ട് the ultimate purpose of each one's life is actually success. Success means finding the true version of ourselves. നമ്മളെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും വളരെ ശുദ്ധമാണ്. ലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല, അസൂയ എന്താണെന്ന് അറിയില്ല, ക്വീൻഡ് എന്താണെന്ന് അറിയില്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിജയം വരുമ്പോൾ അത് നമുക്ക് ഒരു സന്തോഷം നൽകേണ്ടതല്ല എന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെയുള്ള നമുക്ക് ഇപ്പൊ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ ബാക്കിയുള്ള എൻവയോൺമെന്റ് നമ്മളെ ക്രിയേറ്റ് ചെയ്ത പല ഇൻജക്ഷൻസും നമ്മളെ കുത്തിവെക്കാത്ത വളരെ ഫ്രീ ആയിട്ടുള്ള, വളരെ പ്യോർ ആയിട്ടുള്ള ഒരു വെള്ളം പോലെയാണ് നമ്മൾ ജനിച്ചു വിളിച്ചത്. ആ ഒരു പ്ലെയിൻ പേപ്പർ, ആ ഒരു പ്ലെയിൻ സ്ലേറ്റിലൂടെ ഓരോ സമയം നമ്മുടെ വളർച്ചയിലൂടെ നമ്മൾ ഓരോ വരകൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബിലീഫ്സ്, ഓരോ വിശ്വാസങ്ങൾ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? വിശ്വാസങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. വിശ്വാസങ്ങളിൽ നമുക്ക് ഓരോ വിശ്വാസങ്ങൾ നമുക്കുള്ളിൽ ഓരോ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറയാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നോടുള്ള ഒരു വെറുപ്പ്, ഹേറ്റ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമോഷൻസ് എൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
ആ ഒരു ഇമോഷൻ വെച്ച് ഞാൻ എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ നടക്കും. ആക്ഷൻ ബിക്കംസ് റിയാലിറ്റി. നമ്മൾ എന്താണോ വർക്ക് ചെയ്യുന്നത് അതാണ് ലാസ്റ്റ് റിയാലിറ്റിയിലായി പോകുന്നത്. സോ വാട്ട് വി ബിലീവ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്, അതേ ആ വിശ്വാസത്തിൽ പെട്ടതാണ് നമ്മൾ വിജയത്തെ സന്തോഷപൂർവ്വം അതിനെ വെൽക്കം ചെയ്യാനോ വേണ്ടത്. അത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വിജയം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്കുള്ള ഭാരയാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ഓരോ സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ, വർക്കിംഗ് സ്പേസിലാവട്ടെ, നമുക്കുള്ളിൽ നമ്മൾ പോലും അറിയാതെ അലിഞ്ഞു ചേരുന്ന ഒരു സംഭവമാണ് ഈഗോ എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയില്ല എനിക്കുള്ളിൽ അതുണ്ടോ എന്നുള്ളത്. നമുക്കത് സമ്മതിച്ചു കൊടുക്കാനും നമുക്ക് പാടാണ്. ബിക്കോസ് വി നെവർ ലെറ്റ് ourselves to go down. നമ്മൾ താഴ്ന്നു കിടക്കുക എന്ന് പറയുന്നത് നമ്മൾ ആരെയും അനുവദിക്കാറില്ല, അല്ലെ? ഇപ്പൊ ഈഗോന്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പോലും അറിയില്ല നമുക്ക് ആ ഒരു സംഭവം ഉണ്ടോ, നമ്മൾ അങ്ങനെ ഒരു സംഭവത്തിലാണോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധി ഇല്ലാത്തൊരു കുട്ടിയെ പോലെയാണ്. യഥാർത്ഥത്തിൽ അത് സത്യമേതാ കളവേതാ അല്ലെങ്കിൽ പറ്റിക്കാണോ സത്യമാണോ എന്നൊന്നും അതിനെ വേർതിരിക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളത്. അപ്പം അവിടെ ആരെങ്കിലും ഒരാൾ, ഇപ്പം എനിക്ക് ഒരു ഇന്നോവ കാർ എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഒരു ഇന്നോവ കാർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇത്ര വർഷമായിട്ട് ഞാനത് ആഗ്രഹിക്കുന്നത്, എനിക്ക് മാത്രം പഠിച്ചോന്നില്ല, ഓനിപ്പോൾ എടുത്താണ് ആ ഒരു ഭൂതി എന്നെ പറ്റി മനസ്സിൽ അപ്പം തന്നെ പഠിച്ചോന്ന് കൊടുത്തു എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് അപ്പൊ വയർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നോവ കാർ ഇസ് ഈക്വൽ ടു ദേഷ്യം. ഇന്നോവ കാർ ഇസ് ഈക്വൽ ടു ദേഷ്യം. അതായത് ഇയാൾക്ക് ഇന്നോവ കാർ ഇഷ്ടമല്ല, എനിക്ക് ഇന്നോവ കാർ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇന്നോവ കാർ ഇയാൾക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം മുന്നിൽ വെക്കരുത് എന്ന് പറയും. അതോടെ നമ്മുടെ ആ പ്രതീക്ഷിക്കുന്ന എല്ലാവിധ ഡോറും ക്ലോസ് ആയി പോകും എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വിജയത്തിൽ ചിലപ്പോൾ നമ്മൾ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് അറിയാണ്ട് പോലും എനിക്ക് കിട്ടാതെ അറിയാം അവന് കിട്ടിപ്പോയല്ലോ, പ്രശ്നമൊന്നുമില്ല, എന്നാലും എവിടെ ഒരു സങ്കടം, പേടിയില്ല ഭയമുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത് കുറ്റമൊന്നുമില്ല, അസൂയൊന്നുമില്ല, എന്നാലും എവിടെയൊക്കെ ഒരു ഇടങ്ങേറ് എന്ന് പറയുന്നത്. അപ്പൊ ആലോചിക്കണം, എൻ്റെ ബ്രെയിൻ ഇപ്പൊ റീപ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, എൻ്റെ ബ്രെയിൻ ഇപ്പൊ വയർ ചെയ്തത് ഇത് ഇസ് ഈക്വൽ ടു എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ്, ഇത് ഇസ് ഈക്വൽ ടു എനിക്ക് വേണ്ടാത്ത സംഭവമാണ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു പോയിന്റ്, ആ ഒരു സംഭവം നേടാൻ ചിലപ്പോൾ നമുക്ക് വീണ്ടും സമയം എടുക്കും. അതാണ് പറയുന്നത് ഇവോൾവിങ് എന്ന് പറയുന്നത് ടൈം എടുക്കും. ഇവോൾവിങ് എന്ന് പറയുന്നത് ടൈം എടുക്കും. പക്ഷെ ഇവോൾവ് ചെയ്യാതെ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് അവിടെ സ്റ്റക്നെസ് ആണ്. അവിടെ ഒന്നും മാറ്റങ്ങൾ വരുന്നില്ല. ഇവോൾവിങ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, ലോകം മാറി വരികയാണ്, ടെക്നോളജി മാറി വരികയാണ്, ബിസിനസ് രംഗത്തുള്ള മാർക്കറ്റ് മാറി വരികയാണ്, കസ്റ്റമേഴ്സ് മാറി വരികയാണ്. നിങ്ങൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റക്കായി എന്നുള്ളതാണ്. അപ്പൊ അത് പറയുന്നത് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. ഇവോൾവ് ചെയ്യുന്ന ആളെപ്പോഴും ഷാർപ്പായിരിക്കും, ഇൻസ്പയർഡ് ആയിരിക്കും. നാട്ടുകാരും വരേണ്ട അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ. അയാൾക്കറിയാം എന്തിനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നുള്ളത് പക്ക ക്ലാരിറ്റി ആയിരിക്കും, ക്ലിയർ ആയിരിക്കും, വിഷൻ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. സോ ഇൻസ്പയർഡ് ആയിരിക്കും, ടോട്ടലി വിഷണറി ആയിരിക്കും. ഇതാണ് പറയുന്നത് ഇവോൾവിംഗ് ഇസ് വെരി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ദിവസം നമ്മൾ മെനക്കെട്ട് രാവിലെ മുതൽ നന്നാവാൻ തുടങ്ങും. ചിലപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ദേഷ്യം വിട്ട് നമ്മൾ ചിലപ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്ത രീതി ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും. അതോടെ നന്നാവാന്ന് പറയുന്ന സംഭവം എനിക്ക് പറ്റിയ സംഭവമല്ല, അവിടെ നമ്മൾ അവിടെ ക്വിറ്റ് ചെയ്യും. ബട്ട് അവിടെ നിന്ന് വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു സംഭവത്തെ ഫുഗീവ് ചെയ്ത് കൊടുത്ത് വീണ്ടും തുടങ്ങാണ്. സാരല്ല, ഒരു തെറ്റ് ഏതൊരു പോലീസുകാരനും പറ്റുമല്ലോ, അങ്ങനെ തെറ്റിപ്പോയാലും സാരല്ല, ഇനി ഞാൻ നന്നായിക്കോളാം എന്ന് പറഞ്ഞ് ആ നിമിഷം മുതൽ നിങ്ങൾ വീണ്ടും ആ ഒരു ചേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവോൾവിംഗ് വിൽ ഹാപ്പൻ ഇൻസൈഡ് യു. പുറത്തല്ല, നിങ്ങൾ പോലും അറിയാതെ മുടി കുറേ വളരുക, നഖം കുറേ വളരുക, കൈ വളരുക എന്നുള്ളതല്ല ഇവോൾവിംഗ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ സെൽഫിനെ നിങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. സോ സംടൈംസ് ഇവോൾവിങ്ങിനൊക്കെ നമ്മൾ തയ്യാറെടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പല പഴയ കാര്യങ്ങൾ നമ്മൾ വിടേണ്ടി വരും. ടൈം ആയിട്ടുണ്ടാവും. സോ ലെറ്റ്സ് അതിന് മുന്നേ ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. നമ്മൾക്ക് ഇപ്പോൾ ഉള്ള വേദനകളും നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഉള്ള മുറിവുകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. സോ ലെറ്റ് ഗോ ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ പ്രോസസ്. അത് ഈ ഫോർഗീവ്നെസ്സിലൂടെ നടക്കും എന്നുള്ളതാണ്. വെൻ യു ലെറ്റ് ഗോ യു ലെറ്റ് ഫ്രീ. നിങ്ങളെ ഒരു സാധനത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഒഴുകാൻ അനുവദിക്കും എന്നുള്ളതാണ്. വെൻ യു ലെറ്റ് ഗോ യു ലെറ്റ് ഗോ, ലെറ്റ് ഫ്ലൈ ആൻഡ് ലെറ്റ് ഫ്രീ.
നിങ്ങൾ ഒഴുകാൻ നിങ്ങളെ സംബന്ധിച്ചെടുത്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പറക്കാൻ നിങ്ങൾ അനുവദിക്കും എന്നുള്ളതാണ്. പറക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ആകാശത്തോടെ പറക്കുക എന്നുള്ളതല്ല, നമ്മുടെ സക്സസ് പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. സോ ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. സോ ഹോൾഡ് ഓൺ, നമ്മൾ എന്തിനെയാണ് മുറുകെ പിടിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ആലോചിക്കണം. സക്സസിനെ നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും വരും. ഞെരുക്കത്തിലൂടെയാണ് ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെയാണ് നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി നമ്മൾ വലിയൊരു പേർപ്പസ്, വലിയൊരു സംഭവത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് മുന്നിൽ വരും. സോ വാട്ട് യു ഹോൾഡ് ഓൺ, അവിടെ നിങ്ങൾ എന്തിനാണ് മുറുകെ പിടിക്കുന്നത്? ഇഫ് യു ഹോൾഡ് ഓൺ ടു ദ പ്രോബ്ലംസ്, നിങ്ങൾ പ്രശ്നത്തെയാണ് മുറുകെ പിടിക്കുന്നത്, യു ലെറ്റ് ഗോ ദി സൊല്യൂഷൻസ്. നിങ്ങൾ വിട്ടുകളയുന്നത് അവിടെ സൊല്യൂഷനെയാണ്, തിരിച്ചെടുക്കാൻ. When you hold on to the solution, you let go the problems. നിങ്ങൾ മുറുകെ പിടിക്കുന്നത് സൊല്യൂഷനെയാണെങ്കിൽ നിങ്ങളാണ് വിട്ടുകളയുന്നത് പ്രശ്നത്തെയാണ്. നമുക്ക് പ്രശ്നത്തെയാണ് വിട്ടുകളയേണ്ടത്, സൊല്യൂഷനെയാണ് വിട്ടുകളയേണ്ടത്? ഒന്ന് വിട്ടുകളയേണ്ടത് പ്രശ്നത്തെയാണ് വിട്ടുകളയേണ്ടത്. പക്ഷെ നമ്മൾ എന്തിനാണ് പലപ്പോഴും വിട്ടുകളയാറുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വെരി ഗുഡ്. പക്ഷെ ആ ഒരു സംഭവം ക്യാപ്പബിലിറ്റീസ് നമ്മളിൽ ഉണ്ടാവാൻ ഒരുപാട് പണിയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ് സിഗ്നൽ. നമുക്ക് വളരെ നല്ലൊരു സിഗ്നൽ ആയിട്ടാണ് കാണിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിട്ടുപിടിക്കുന്നത് പ്രശ്നത്തെ സൊല്യൂഷനെയാവും, മുറുകെ പിടിക്കുന്നത് നമ്മൾ പ്രശ്നത്തെയാവും. പക്ഷെ ഇങ്ങനെ മാറ്റി ചിന്തിക്കാം, പ്രശ്നങ്ങളെ വിട്ടുകളയാ. എല്ലാ ചോദ്യങ്ങളും ഉണ്ടാവുന്നത് ആദ്യം ആൻസറിൽ നിന്നാണ്. ആൻസർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ സ്കൂളിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് എന്താ? ആൻസർ ആണ്. സോ എവറി ക്വസ്റ്റ്യൻ കംസ് ഫ്രോം ആൻ ആൻസർ. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസറിൽ നിന്നാണ് വന്നത്. എല്ലാ പ്രശ്നവും ഒരു സൊല്യൂഷൻ നിന്നാണ് വന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കാണും. അവിടെ ഒന്നും തളരാതെ മുറുകെ പിടിച്ച് എനിക്ക് ഞാനുണ്ട്, എൻ്റെ റബ്ബുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ യാത്ര മുന്നോട്ട് പോകണം. നമ്മളിൽ തന്നെ തുടങ്ങണം. മറ്റുള്ളവരാരും നന്നായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷകൾ മാത്രമേ അതുണ്ടാവുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ തുടങ്ങണം, നമ്മൾ വിട്ടുകൊടുക്കണം, നമ്മൾ എടുക്കണം, സ്നേഹം നമ്മൾ കൊടുക്കണം. മറ്റുള്ളവരുടെ വളർച്ച നമ്മൾ എൻജോയ് ചെയ്യണം. അവരുടെ വളർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരുടെയും വളർച്ചയാണ്. ഒരു ടീമിൽ ഒരാൾ വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പനി, ആ ഒരു ടീം വർക്ക് ചെയ്യാൻ മറ്റുള്ളവരെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാവരുടെയും കൂടെയുള്ള ഒരു സക്സസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ ദാറ്റ് വാസ് ടുഡേസ് സെഷൻ. അപ്പോൾ നിർത്താം. ഓക്കെ ഫൈൻ, താങ്ക് യു. ഓവർ ടു ദ ടീം. ഓക്കെ, താങ്ക് യു.